Hi friends, once again welcome back to a new section. ഗ്രീൻ ലീവ്സ് എന്ന ഒരു ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ എസ്സേയിലോട്ട് കടക്കുന്നതിനേക്കാട്ടിലും മുന്നേ അതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കാണുന്നതിന് മുൻപേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തന്നെ BA/BSc സ്റ്റുഡൻസിൻ്റെ വേറെ കുറച്ച് ചാപ്റ്റേഴ്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് കാണാതെ ഈ ചാപ്റ്റർ കാണുന്നവർ ശ്രദ്ധിക്കുക. ആ ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഓൾറെഡി എക്സാം ടൈമാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ചെക്ക് ഔട്ട് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആൻഡ് സ്റ്റഡി വെൽ. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ദ ചാപ്റ്റർ. ചാപ്റ്ററിൻ്റെ എസ്സേ പഠിക്കുന്നതിന് മുൻപ് ഒന്ന് ചാപ്റ്റർ അനലൈസ് ചെയ്യാം. ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായതിന് ശേഷം പഠിക്കുമായിരിക്കും കൂടുതൽ എളുപ്പം. ഒരു ആഫ്രിക്കയിൽ റിമോട്ട് വില്ലേജിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. 3 കള്ളന്മാർ വില്ലേജിലോട്ട് വരികയാണ്. അവർ എൻട്രി ചെയ്തത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാറ്റിൽസിനൊക്കെ സ്റ്റീൽ ചെയ്യാനാണ്. സ്റ്റീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടുകൊണ്ട് പോവാനാണ്. അങ്ങനെ ഈ 3 കള്ളന്മാരും വന്നതിന് ശേഷം അവർ ഓരോ കള്ളന്മാരെയും ഈ വില്ലേജേഴ്സ് കാണുകയും കണ്ടെത്തുകയും അവരെ വളരെ മൃഗീയമായിട്ട് കൊല്ലുകയും ചെയ്യുന്ന ഒരു ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയൊക്കെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ആ വില്ലേജേഴ്സിന് അവർക്ക് അവരുടെ പ്രോപ്പർട്ടിയോടുള്ള അതിയായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളും മീൻസ് അതിനെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു വ്യഗ്രതയൊക്കെയാണ് ഇതിൽ കാണുന്നത്. അതിനു വേണ്ടി എന്തും ചെയ്യും, അല്ലെങ്കിൽ ആര് വേണമെങ്കിലും കൊല്ലും. അങ്ങനത്തെ കുറേ സൂപ്പർസ്റ്റിഷ്യൻസൊക്കെയുള്ള ഒരു കൂട്ടം ജനമാണ് ഈ വില്ലേജിൽ താമസിക്കുന്നത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സമ്മറി പഠിക്കുമ്പോൾ മനസ്സിലാകും. Green Leaves was written by Grace Ogot. She was a Kenyan author and a politician. She was one of the first African women to write novels and stories. The theme of the Green Leaves is tradition and the challenges facing post-colonial Africa. ഗ്രേസ് ഓഗോട്ട് എന്ന ഒരു കെന്യൻ ഓതറും പൊളിറ്റീഷ്യനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗ്രീൻ ലീവ്സ് എഴുതിയിട്ടുള്ളത്. ഗ്രേസ് ഓഗോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോവൽസും സ്റ്റോറീസൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഫസ്റ്റ് ആഫ്രിക്കൻ വിമൺ ആണ് ഗ്രേസ് ഓഗോട്ട്. ഈ ചാപ്റ്റർ ഗ്രീൻ ലീവ്സ് അതിൻ്റെ തീം എന്ന് പറയുന്നത് ട്രഡീഷനാണ്. ട്രഡീഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവർ ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ചസൊക്കെ എന്ന് വെച്ചാൽ പോസ്റ്റ് കൊളോണിയൽ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന അവർ ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ചസിനെ കുറിച്ചിട്ടാണ് ഇതിൽ കൂടുതലായിട്ടും പറയുന്നത്. The story is about 3 thieves entered into the rural African village. The villagers first find only one thief who was stealing cattle. They killed him and put him under a tree with green leaves. Actually, that thief was not dead. He was unconscious. At that time, Nyagar, a village man, thought that the man would have money and valuable things. He had mixed feelings. He felt fear and curiosity. Fear was about the consequences and the curiosity about the money that the thief holds. As Nyagar tries to steal him, the thief reacted and killed him. And another villager beat the thief on his head, and the first thief dies. By seeing Nyagar's dead body, Nyamante reacted with a shock and cried loudly, later fallen to the ground. ആഫ്രിക്കയിലെ ഒരു റൂറൽ വില്ലേജിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. 3 കള്ളന്മാർ ഈ വില്ലേജിലോട്ട് എൻട്രി ചെയ്ത ഒരു ഭാഗമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ കണ്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒത്തിരി പഠിക്കാനുണ്ട് എന്നൊരു തോന്നലേ വേണ്ട. ആദ്യം തന്നെ ബുദ്ധിമുട്ടുള്ള വാക്കുകളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അർത്ഥം മാത്രം മനസ്സിലാക്കുക. അതിനുശേഷം പഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ആഫ്രിക്കൻ വില്ലേജിൽ 3 കള്ളന്മാർ എൻട്രി ചെയ്യാണ്. ഇവർ ആദ്യം ഒരു തീഫിനെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് തീഫിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തീഫ് അവരുടെ കാറ്റിൽസൊക്കെ സ്റ്റീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കുകയാണ് കാണുന്നത്. ആ കാണുന്ന നിമിഷം തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ കള്ളനെ വളരെ മൃഗീയമായിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊന്ന് ഒരു അണ്ടർ ദ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിന് കീഴെ ഗ്രീൻ ലീവ്സിൻ്റെ ഇടയിൽ ആ ഡെഡ് ബോഡിയെ വെക്കുന്നു.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദാറ്റ് തീഫ് വാസ് നോട്ട് ഡെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കുകയാണ് ആ തീഫ് മരിച്ചു പോയി എന്ന്. പക്ഷെ അത് മരിച്ചൊന്നും പോയിട്ടില്ല, അത് അൺകോൺഷ്യസ് ആവുകയാണ് ചെയ്യുന്നത്. അൺകോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബോധ അവസ്ഥയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു സംഭവം ഉണ്ടാകുന്നത്, ന്യാഗർ എന്ന് പറഞ്ഞ വേറൊരു വില്ലേജർ, ആൾക്ക് ഒരു തോന്നലുണ്ടാവുകയാണ്, ഇതൊരു കള്ളനാണല്ലോ ഇവിടെ മരിച്ചു കിടക്കുന്നത്. കള്ളൻ്റെ കയ്യിൽ എന്തായാലും ധാരാളം പൈസയും വാല്യുബിൾ തിങ്സൊക്കെ ഉണ്ടായിരിക്കും. മീൻസ് വേറെ കക്കാനൊക്കെ പോയിട്ട് അവിടെ നിന്നും കിട്ടിയ കുറേ സാധനങ്ങളൊക്കെ ഇവരുടെ കൈവശം ഉണ്ടായിരിക്കുമെന്ന് ന്യാഗർ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആൾക്ക് മിക്സ്ഡ് ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നത്. മിക്സ്ഡ് ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫീലിങ്സ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് ക്യൂരിയോസിറ്റി, 2 ഫിയർ. ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആകാംക്ഷയാണ്. ഫിയർ എന്തിനെ കുറിച്ചുള്ള ഫിയർ ആയിരിക്കും? അഥവാ ഈ ന്യാഗർ പോയിട്ട് ഈ തീഫിൻ്റെ കയ്യിൽ നിന്നും സാധനങ്ങളൊക്കെ ഉള്ള പൈസയും അതുപോലെ വാല്യുബിൾ തിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ടുകൊണ്ട് പോവാനും അത് അയാളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ വേറെ വില്ലേജസൊക്കെ കാണുകയാണെങ്കിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ന്യാഗറിന് എന്നാലോചിച്ചിട്ടുള്ള ഒരു ടെൻഷനാണത്. ആ ടെൻഷനാണ് ഇവിടെ ഫിയറായിട്ട് മാറിയിരിക്കുന്നത്. ഇനി ക്യൂരിയോസിറ്റി, എന്താണ് ക്യൂരിയോസിറ്റി? ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാകാംക്ഷയാണ്. എന്തായിരിക്കും ഈ കള്ളൻ്റെ കയ്യിലുണ്ടായിരിക്കുക, കുറേ പൈസയൊക്കെ ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളൊരു ആകാംക്ഷയാണ്. ഓക്കെ, അങ്ങനെ ഈ ആകാംക്ഷയും ഫിയറൊക്കെയുള്ള ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ പോവുകയാണ് ആ കള്ളൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ആ കള്ളൻ്റെ കയ്യിൽ നിന്നും എടുക്കാൻ നോക്കുകയാണ് ആ കള്ളൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ കള്ളൻ മരിച്ചിട്ടില്ല, ആൾ അൺകോൺഷ്യസ് ആണ്, അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഈ വില്ലേജർ ന്യാഗർ പോയിട്ട് കള്ളൻ്റെ കയ്യിൽ നിന്നും സ്റ്റീൽ ചെയ്യാനായിട്ട് സാധനങ്ങൾ ഇങ്ങോട്ട് എടുക്കാൻ നോക്കുമ്പോൾ ആ കള്ളൻ്റെ അബോധാവസ്ഥയിൽ നിന്നും ബോധാവസ്ഥയിലോട്ട് മാറുകയാണ് ആൾ ചെയ്യുന്നത്. അങ്ങനെ വെറുതെ ഇരിക്കുമോ കള്ളൻ? ഇല്ല, കള്ളൻ ന്യാഗറിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കള്ളൻ ന്യാഗറിനെ കൊന്നതിന് ശേഷം അവിടെ വേറൊരു വില്ലേജർ ഉണ്ടായിരുന്നു. ആ വില്ലേജർ ഈ ഫസ്റ്റ് തീഫിനെ വളരെ മൃഗീയമായിട്ട് തന്നെ തലയ്ക്കടിച്ച് കൊല്ലുന്നു എന്നാണ് പറയുന്നത്. തലയ്ക്കടിച്ച് കൊന്നതിന് ശേഷം അവിടെ തന്നെ ഇടുകയാണ് ഡെഡ് ബോഡി. ഓക്കെ, ഇനി ഈ ന്യാഗർ ഓൾറെഡി മരിച്ചു. ന്യാഗറാണല്ലോ തീഫിൻ്റെ കയ്യിൽ നിന്നും സാധനങ്ങൾ എടുക്കാൻ പോകുന്നതും ഇയാൾ ബോധാവസ്ഥയിലോട്ട് വരുന്നതും അതുപോലെ ന്യാഗറിനെ കൊല്ലുന്നതും. അപ്പം ന്യാഗറിൻ്റെ ഡെഡ് ബോഡി ഇവിടെയുണ്ട്. ന്യാഗറിൻ്റെ ഡെഡ് ബോഡി കാണുന്ന ന്യാമന്തി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരാളുണ്ട്. അയാൾക്ക് അത് കണ്ടിട്ട് വളരെയധികം വിഷമമായിട്ട് അയാൾ ഉറക്കെ കരയുകയും അതുപോലെ താഴെ ഉരുണ്ട് കരയുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഇപ്പോൾ പഠിക്കാൻ എളുപ്പമായിട്ട് ആ ലാസ്റ്റ് സെൻറ്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ, അതത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. ബൈ സീയിങ് ന്യാഗേഴ്സ് ഡെഡ് ബോഡി ന്യാമന്ത് റിയാക്റ്റഡ് വിത്ത് ഷോക്ക് ആൻഡ് ക്രൈഡ് ലൗഡ്ലി ലേറ്റർ ഫോളൻ ടു ദ ഗ്രൗണ്ട്. ആ ഒരു പോർഷൻ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അതുപോലെ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ക്യൂരിയോസിറ്റിയുടെ സ്പെല്ലിങ് കോൺസിക്വൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു, ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ഉത്കണ്ഠയാണ് കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പിന്നെ ഇത് വാക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ന്യാഗർ എന്ന് പറഞ്ഞ ആ ഒരു പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ആ ഒരു പേര് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. The second thief tried to escape and the villagers could not find him. The third thief was caught by the villagers. While trying to catch the thief, he stabbed Omoro and he got injured. The villagers killed the third thief and put him under the tree with the green leaves. Omoro instructed the villagers not to touch the dead body until the police investigates. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് തീഫ് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്ക് സെക്കൻഡ് തീഫിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അതേസമയം മൂന്നാമത്തെ തീഫിനെ പിന്നെ അവർ പിടികൂടുക തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇഞ്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമോറോ എന്ന വ്യക്തി ഈ തേർഡ് തീഫിനെ പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒമോറോയ്ക്കാണ് ഇഞ്ചുറി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ തീഫ് കുത്തുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റാബ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുത്താണ് ചെയ്യുന്നത്, ഓമോറോനെ കുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെറുതെ ഇരിക്കുമോ വില്ലേജേഴ്സ്? വെറുതെ ഇരിക്കുമോ? ഇല്ല, വില്ലേജേഴ്സ് തേർഡ് തീഫിനെ നല്ല രീതിയിൽ ഉപദ്രവിച്ച് കൊല്ലുന്നുണ്ട്. എന്നിട്ട് ആ ഒരു തേർഡ് തീഫിനെയും അണ്ടർ ദ ട്രീ ഗ്രീൻ ലീവ്സിൻ്റെ അവിടെ തന്നെയാണ് വെക്കുന്നത്. ഇനി ഈ ഒമോറോ മറ്റുള്ള വില്ലേജേഴ്സിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും തന്നെ ഇനി ഈ ഡെഡ് ബോഡി തൊടരുത്. കാരണം പോലീസിനോട് നമ്മൾ പോയി പറയാൻ പോവുകയാണ് ഈ കാര്യങ്ങൾ, ഇവിടെ തീഫ് എൻട്രി ചെയ്ത കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. അപ്പോൾ പോലീസ് വരുന്നത് വരയ്ക്കും ഇനി ആരും ഈ ഡെഡ് ബോഡികൾ തൊടരുത് എന്ന് പറയുന്നുണ്ട്. The European police officer questioned the crowd, but they were frightened and did not answer directly. They also kept silence with fear. The attitude of village police and the European police were different. The village police laws were for their progress. It was based on their customs and group decisions. They tried to protect the villagers and their property. But the European police are not taking justice action. They are not aware of values of the society and their lifestyle. They created a tension and fearful scene. ഇവിടെ യൂറോപ്യൻ പോലീസും അതുപോലെ വില്ലേജേഴ്സിൻ്റെ പോലീസും തമ്മിലുള്ള വ്യത്യസ്തതയാണ് കാണിക്കുന്നത്. ആ ഫസ്റ്റ് സെൻറ്റൻസിൽ ക്രൗഡ് എന്ന് പറയുന്നത് ആൾക്കാരെയാണ്, ക്രൗഡിന് പകരം പീപ്പിൾ എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ യൂറോപ്യൻ പോലീസ് ആൾക്കാരെ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ്. സ്വാഭാവികമാണല്ലോ, പോലീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരോട് എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ ഈ യൂറോപ്യൻ പോലീസിൻ്റെ രീതികൾ വില്ലേജ് പോലീസിനെ പോലെയല്ല, ഒത്തിരി വ്യത്യസ്തത ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവരിങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊന്നും മിണ്ടിയില്ല, ഡയറക്റ്റായിട്ട് അവർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പേടിയായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി. അപ്പോൾ ഇവിടെ പിന്നെ പറയുന്നുണ്ട്, വില്ലേജ് പോലീസ് വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വില്ലേജേഴ്സിനോട് കൂടെ നിൽക്കും, അവരെ രക്ഷപ്പെടുത്താനും അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടീനെ സേവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നടത്തുക. അതേസമയം യൂറോപ്യൻ പോലീസ് ആണെങ്കിൽ ഒരു നീതിയുള്ള ഒരു ആക്ഷനൊന്നും അല്ല എടുക്കുന്നത്. അവർക്ക് ഇവരോട് വലിയ കൂറൊന്നും കാണിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് ഇവരുടെ ഒരു ചിന്താഗതി ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ സൊസൈറ്റിയിലെ വാല്യൂസിൻ്റെയോ ഇവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കുന്ന ഒരു ചിന്താഗതി അല്ലായിരുന്നു യൂറോപ്യൻ പോലീസിന് ഉണ്ടായിരുന്നത്. ഓക്കെ, അവർ ടെൻഷനും അതുപോലെ തന്നെ പേടിപ്പിക്കുന്ന ഒരു സീനൊക്കെ ആയിരുന്നു അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The greed of the Nyagar leads him to his own death. The thieves' greed for their property disturbs the whole village, and they also faced problems later, ended with death. The people were also greedy for their own property that caused them became unhuman. They did not have human kindness. The people were with a traditional belief and superstition. ഇതൊരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ന്യാഗർ എന്ന വ്യക്തിയുടെ ആർത്തി മുഖേന, ഗ്രീഡ് എന്ന് പറയുന്നത് ആർത്തിയാണ്, സ്വത്തിനോട് പണത്തിനോടുള്ള ആർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണം. അതുപോലെ കള്ളന്മാരുടെ ഒരു ഗ്രീഡ് ഉണ്ട്, ഗ്രീഡ് എന്ന് പറഞ്ഞാൽ ആർത്തി. എന്തിനുള്ളത്? സമ്പത്തിനോടുള്ള ഈ ആർത്തി തന്നെയാണ് അവർക്കും മരിക്കാനുള്ള ഒരു കാരണമാകുന്നതും. അതുപോലെ തന്നെ ധാരാളം പ്രോബ്ലംസ് അവരും ഫേസ് ചെയ്യേണ്ടി വന്നു. ഇനി ഈ ജനങ്ങളെ സംബന്ധിച്ച് അവർക്കും ഉണ്ടായിരുന്നു ഒരു തരം ഗ്രീഡ്. അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയോട്, കാറ്റൽസിനോട് ഉള്ള ഒരു ഗ്രീഡ് ഉണ്ടല്ലോ, അതായിരുന്നു ഇത്രയും അൺഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും മനുഷ്യത്വമില്ലാത്ത ഒരു പെരുമാറ്റത്തിലോട്ട് അവരെ നയിച്ചത്. ഓക്കെ, ഇനി ഇതിൽ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീം എന്നൊക്കെ പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ബിലീഫ്സ് ആയിരുന്നു ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഒത്തിരി സൂപ്പർസ്റ്റിഷ്യൻസ് ഉണ്ടായിരുന്നു, അന്ധവിശ്വാസമാണ് സൂപ്പർസ്റ്റിഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികളിലുള്ള ആൾക്കാരുകളായിരുന്നു ഈ വില്ലേജേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഡയറക്റ്റ് പോയി പോലീസിനോട് പറയാമായിരുന്നു, അവരെ കെട്ടിയിട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് പോലീസിനെ ഏൽപ്പിക്കാമായിരുന്നു. പക്ഷെ ഇങ്ങനെയൊന്നുമല്ല അവർ ചെയ്തത്.
അവർ നേരെ തിരിച്ചാണ് ചെയ്തത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി കംപ്ലീറ്റ് എസ്സേ. ഈ എസ്സേയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ് 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും അതുപോലെ ഈ ഒരു എസ്സേയും ഇതെല്ലാം കൂടി ഒരുമിച്ച് എന്താ പറയുക ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു എസ്സേ. ഈ ഒരു എസ്സേ മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് 2 മാർക്കും 5 മാർക്കും എഴുതാനായിട്ട് സാധിക്കും. നിങ്ങളിത് പഠിച്ചതിന് ശേഷം ഈ ഒരു എസ്സേ ആയിരിക്കും എസ്സേക്ക് ഏതൊരു എസ്സേ വന്നാലും ഈ ചാപ്റ്ററിനോട് ബേസ് ആയിട്ടുള്ളത് ഈ ഒരൊറ്റ എസ്സേ പഠിച്ചാൽ മതി. എന്നിട്ട് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഏത് എസ്സേ വന്നാലും നിങ്ങൾക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ബാക്കിയുള്ള കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി അതിൻ്റെ ലിങ്ക് എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എനിക്കറിയാം എക്സാംസ് അടുത്ത് വരികയാണ്. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് സ്റ്റാർട്ട് സ്റ്റഡിങ് ആൻഡ് support me if you wish. Okay, so by then take care till we meet again. Thank you for watching. Subscribe ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.